ഹായ് സ്റ്റെം ജീനിയസ് ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഞാൻ മുഹമ്മദ് അജ്മൽ. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിസിറ്റിയെക്കുറിച്ചാണ്. ഫിസിക്സിലെ ഇലക്ട്രിസിറ്റി എന്നുള്ള ഭാഗം സ്റ്റേറ്റ് സിലബസിലും CBSEയിലും എല്ലാം ഉള്ള ഒരു ചാപ്റ്ററാണ്. ഇലക്ട്രിസിറ്റിയുടെ വിവിധ ആസ്പെക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇലക്ട്രിസിറ്റിയുടെ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ്, യൂണിറ്റ്സ്, അതിൻ്റെ ഹീറ്റിംഗ് എഫക്ട്സ്, അതുമായി ബന്ധപ്പെട്ട ഓംസ് ലോ പോലെയുള്ള ലോസ്, റെസിസ്റ്റേഴ്സ്, മാഗ്നറ്റിക് എഫക്ട്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അങ്ങനെ ഒരു വൈഡ് ഏരിയ തന്നെ ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഗോയിങ് ഫോർവേഡ് 11th and 12th നമുക്ക് ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇലക്ട്രിസിറ്റി എന്നുള്ളത്. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് വളരെ കൃത്യമായി ഇത് ഫോളോ ചെയ്യുകയും സംശയങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ചോദിക്കാം, അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചോദിക്കാം, ഗൂഗിൾ ക്ലാസ് റൂമിൽ ചോദിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസ്, അസൈൻമെൻറ്റ്സ് എല്ലാവരും ചെയ്യുക. അതിന് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. വളരെ വ്യവസ്ഥാപിതമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഈ ക്ലാസ് മുന്നോട്ട് നീക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇലക്ട്രിസിറ്റി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്തെല്ലാമാണ്? ഇലക്ട്രിസിറ്റി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ഒന്നുകിൽ ഫാൻ ഓൺ ആവുന്നു, ലൈറ്റ് ഓൺ ആവുന്നു, അല്ലെങ്കിൽ TV ഓൺ ആവുന്നു, ഫ്രിഡ്ജ് ഓൺ ആവുന്നു, അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള ഇലക്ട്രിക്കൽ അപ്ലയൻസ് മുഴുവൻ പ്രവർത്തിക്കുന്നു. യഥാർത്ഥത്തിൽ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ തന്നെ വലിയൊരു വിപ്ലവം കൊണ്ടുവന്ന, റെവല്യൂഷൻ കൊണ്ടുവന്ന ഒരു ഇൻവെൻഷനാണ് ഇലക്ട്രിസിറ്റി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വിച്ച് ഇടുമ്പോൾ നമുക്കറിയാം ഇലക്ട്രിസിറ്റി നമ്മൾ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. ഇലക്ട്രിസിറ്റി ഏതെങ്കിലും ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ നിന്ന്, അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്ന്, തെർമൽ പവർ പ്ലാന്റിൽ നിന്ന് ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ഇലക്ട്രിസിറ്റി അവിടുന്ന് ഇങ്ങോട്ട് വരികയാണോ, നമ്മുടെ വീട്ടിലോട്ട് വരികയാണോ ചെയ്യുന്നത്? അതല്ല വേറെ എന്തെങ്കിലും ആണോ സംഭവിക്കുന്നത്? ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില ടേംസ് ഞാൻ ജസ്റ്റ് പറയാം. ഒന്ന്, നിങ്ങളുടെ മനസ്സിലുണ്ടാവും കറൻറ്റ്, അല്ലേ? നമ്മളെപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്. 2, വോൾട്ടേജ്. 3, പവർ, അല്ലേ? നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം. 4, റെസിസ്റ്റൻസ്. ഇങ്ങനെ പല ടേംസും നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് കറൻറ്റ്, അല്ലേ? എന്താണ് കറൻറ്റ്? ഓക്കെ, കറൻറ്റ് എന്ന് പറഞ്ഞാൽ അത്, അല്ലെങ്കിൽ ഇലക്ട്രിക് കറൻറ്റ് എന്ന് നമ്മൾ ഒന്നുകൂടി സ്പെസിഫിക് ആയി പറഞ്ഞാൽ അത് ഫ്ലോ ഓഫ് ചാർജസ്. ചാർജുകളുടെ ഫ്ലോയാണ്, ചാർജുകളുടെ ഒരു ഒഴുക്കിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറയുന്നത്, അല്ലേ? കറൻറ്റ് എന്നുള്ളത് നമ്മൾ വേറെ പല സബ്ജക്ട്സിലും പഠിച്ചിട്ടുണ്ടാകും. ഓഷ്യൻ കറൻറ്റ്സ്, അല്ലേ? ഓഷ്യൻസിൽ ചില ഭാഗങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിന് ഓഷ്യൻ കറൻറ്റ് നമ്മൾ ജോഗ്രഫിയിൽ വിളിച്ചിട്ടുണ്ട്, അല്ലേ? അതേപോലെ മൂവ് ചെയ്യുന്ന എന്തിനേയും നമ്മൾ കറൻറ്റ് എന്ന് വിളിക്കും. മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കറൻറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ മൂവ് ചെയ്യുന്ന ചാർജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ഇലക്ട്രിക് കറൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ സാധാരണ ഈ ചാർജ് നമുക്കറിയാം, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, അല്ലേ? നമ്മൾ പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരു ആറ്റത്തിൻ്റെ ഫ്രീ ആയിട്ടുള്ളത് പ്രോട്ടോണാണോ ഇലക്ട്രോണാണോ? പ്രോട്ടോൺ നമുക്കറിയാം ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. അത് ന്യൂക്ലിയസിന് അത്ര പെട്ടെന്നൊന്നും അത് പുറത്ത് ചാടില്ല എന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചാർജ് പൊതുവെ ഏതാണ്? ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലുകളിലെ ഇലക്ട്രോൺസ് ആണ്. ഇത് നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചതാണ്. അപ്പോൾ ആക്ച്വലി ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്, അല്ലെങ്കിൽ ഫ്ലോ ഓഫ് നെഗറ്റീവ് ചാർജ് ആണ്. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറൻറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ഒരു ഇലക്ട്രിക് കറൻറ്റ് ഉണ്ടാവണമെങ്കിൽ അവിടെ അതിന് നെസസറി ആയിട്ട് എന്തെല്ലാമാണ് സംഭവിക്കേണ്ടത്? ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ അവിടെ ഫാന് കറങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ ലൈറ്റ് കത്തണമെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്? നമുക്കറിയാം, ഫാന് കറങ്ങണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈറ്റ് കത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ഒരു വോൾട്ടേജാണ്, അല്ലേ? ഒരു വോൾട്ടേജ്. എന്താണ് വോൾട്ടേജ്? അല്ലെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ,
എന്താണിത് എന്ന് നമുക്ക് ഉടനെ തന്നെ മനസ്സിലാക്കാം. നമുക്ക് അറ്റ്ലീസ്റ്റ് അറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് 230 വോൾട്ട്, 110 വോൾട്ട്, 5 വോൾട്ട്, 10 വോൾട്ട് ബാറ്ററി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പറയാം. 2, അവിടെ ഒരു കംപ്ലീറ്റ് ഇലക്ട്രിക് സർക്യൂട്ട് വേണം. ഒരു കംപ്ലീറ്റ് സർക്യൂട്ട് വേണം. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ ചിലപ്പോൾ പറയും അല്ലേ, ഇവിടെ സർക്യൂട്ട് ബ്രേക്കാണ് അല്ലേ. അപ്പോൾ എന്താണ്, ഒരു വയർ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, അവിടെ കറണ്ട് പാസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുള്ളൂ അല്ലേ. എന്തെങ്കിലും ഒരു ബ്രേക്ക് സർക്യൂട്ടിൽ ഇപ്പോൾ വയറൊന്ന് അറ്റുപോയാൽ എന്തില്ല, അവിടെ സ്വാഭാവികമായിട്ടും അവിടെ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവില്ല. നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയാൽ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവില്ല. ഈ 2 കണ്ടീഷൻസും, വോൾട്ടേജും വേണം, ഒരു കംപ്ലീറ്റ് സർക്യൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അപ്ലയൻസിലൂടെ അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇത് നമുക്കറിയാം. ഇതൊക്കെ നമുക്കറിയുന്ന ബേസിക് കാര്യങ്ങൾ ഞാനൊന്ന് നിങ്ങളുടെ ഓർമ്മ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാം. ഓക്കെ, ഇനി നമ്മളിതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഈ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളതാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നതിലേക്ക് പോവുകയാണ്. നമ്മളെല്ലാവരും പൊട്ടൻഷ്യൽ എനർജി എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ. പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും നമ്മൾ ഫിസിക്സിൽ പഠിച്ചതാണ്. എന്താണ് പൊട്ടൻഷ്യൽ എനർജി? ഒരു വസ്തുവിന് ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ, അതിൻ്റെ പൊസിഷൻ മൂലം ഉണ്ടാകുന്ന എനർജിയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. അതിൻ്റെ മോഷൻ മൂലം ഉണ്ടാകുന്ന എനർജിയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയാം. ഇപ്പോൾ ഏതൊരു വസ്തുവിനും ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യലുകൾ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഫ്ലോ ഓഫ് സംതിങ് ഉണ്ടാവും. ഇത് പറഞ്ഞത് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ എടുക്കാം. ഞാനൊരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തു. എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തു. H1 എന്നുള്ളൊരു ഹൈറ്റാണ് അവിടെ ഉള്ളത്. അതേ വലിപ്പത്തിൽ ഞാൻ മറ്റൊരു ബീക്കർ എടുത്തു, അതിലും കുറച്ച് വെള്ളം എടുത്തു. H2 എന്നുള്ള ഹൈറ്റാണ് അവിടെ ഉള്ളത്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത്, ഞാനൊരു ചെറിയ പൈപ്പ് വഴി ഞാൻ ഈ 2 ബീക്കറും ഈ 2 പാത്രങ്ങളും ഞാൻ കണക്ട് ചെയ്തു. ഓക്കെ, ഞാൻ കണക്ട് ചെയ്തു. എന്താണ് സംഭവിക്കുക? നിങ്ങൾക്കറിയാം, നോക്കിയാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. എന്താ സംഭവിക്കുക? ആദ്യത്തെ പാത്രത്തിൽ നിന്ന് രണ്ടാമത്തെ പാത്രത്തിലോട്ട് വെള്ളം പോവും, ഒരു പമ്പ് പോലെ പ്രവർത്തിക്കും അല്ലേ. എന്താ അതിന് കാരണം? എന്താണ് അതിന് കാരണം? നമുക്കറിയാം, ഇത് ഹൈറ്റ് കൂടുതലാണ്, ഇവിടെ ഹൈറ്റ് രണ്ടാമത്തെ വെള്ളത്തിൽ ഹൈറ്റ് കുറവാണ്, അതുകൊണ്ടാണ് ഇത് പോകുന്നത് നമുക്കറിയാം. പക്ഷെ എങ്ങനെ നമ്മൾ ഫിസിക്കലി അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി ഇതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും? അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത്, ഇവിടെ ഹൈറ്റ് H1 ആണ്. ഹൈറ്റ് H1 ആകുമ്പോൾ ഇതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അതിനെ നമ്മൾ mgH1 എന്ന് വിളിക്കും അല്ലേ. നമ്മൾ ഫിസിക്സിൽ പഠിച്ചതാണ് മുമ്പ്. ഇവിടെ ഹൈറ്റ് H2 ആണ്, അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി mgH2 ആണ്. H1ഉം H2 mgH1 എന്നതിനേക്കാളും m1gH1 m2gH2 എന്ന് എടുക്കാം. 2 മാസസ്, രണ്ടിലും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടായതുകൊണ്ട് മാസും ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ m1gH1 കൂടുതലും m2gH2 കുറവായതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തോട്ട് വെള്ളം പോകും അല്ലേ. എനർജി കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തോട്ട് പോകും. ഏതുവരെ? 2 സ്ഥലത്തും ഈക്വൽ ഹൈറ്റ് ആവുന്നത് വരെ അല്ലേ. ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ 2 സ്ഥലത്തും ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ആ പൊട്ടൻഷ്യലുകൾ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ വാട്ടർ ഫ്ലോ ചെയ്തു. ഓക്കെ, ഇനി ഇതേ സിനാരിയോ നമുക്ക് ഒരു ഇലക്ട്രിക് കറണ്ടിൻ്റെ പെർസ്പെക്റ്റീവ് നമുക്ക് എടുക്കാം. എങ്ങനെ? നമ്മുടെ അടുത്ത് ഒരു സ്പെസിഫിക് പ്ലേസിൽ അവിടെ കുറച്ച് ചാർജ് ഉണ്ട്. ആ ചാർജ് മൂലം ഒരു പൊട്ടൻഷ്യൽ V1 ഉണ്ട്. മറ്റൊരു സ്ഥലത്ത് കുറേ ചാർജ് മൂലം മറ്റൊരു പൊട്ടൻഷ്യൽ V2 ഉണ്ട്. ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ, ഒരു വയർ ഉണ്ടെങ്കിൽ അല്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഇത് രണ്ടും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. നേരത്തെ പൊട്ടൻഷ്യലുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടായപ്പോൾ, വെള്ളത്തിൻ്റെ 2 ബീക്കറുകളിൽ പൊട്ടൻഷ്യലുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടായപ്പോൾ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് എന്താ ഒഴുകിയത്? വെള്ളം ഒഴുകി. ഏതുവരെ? 2 ഈക്വലായ പൊട്ടൻഷ്യൽ ഈക്വൽ ആവുന്നത് വരെ.
ഇവിടെ എന്താ ഒഴുകുക? ഇവിടെ ഈ പൊട്ടൻഷ്യൽ എന്ത് മൂലമുള്ളത്? നേരത്തുള്ള പൊട്ടൻഷ്യൽ ഹൈറ്റ് മൂലം അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മൂലമാണെങ്കിൽ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഈ ചാർജ് മൂലമാണ്. അപ്പോൾ ഒരു ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലോട്ട് ചാർജസ് ഫ്ലോ ചെയ്യും. ക്യൂ എന്നുള്ളതാണ് ചാർജ് എങ്കിൽ ചാർജസ് ഫ്ലോ ചെയ്യും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് വോൾട്ടേജ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രിക് കറൻറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്താണ് ഇലക്ട്രിക് കറൻറ്റ്? ഇറ്റ്സ് എ ഫ്ലോ ഓഫ് ചാർജ്. ഒന്നും കൂടി നമ്മൾ ഫോർമലി അതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ചാർജ് ഫ്ലോയിങ് ഇൻ എ യൂണിറ്റ് സെക്കൻഡ്, ഇതിനെയാണ് നമ്മൾ കറൻറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മളതിനെ മാത്തമാറ്റിക്കലി ഡിനോട്ട് ചെയ്യുക. കറൻറ്റിന് നമ്മൾ ഐ എന്ന് വിളിക്കും. ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി എന്നാണ്, ഈക്വൽ ടു ചാർജ് ബൈ ടൈം. ഒരു നിശ്ചിത ടൈമിൽ എത്ര ചാർജ് ഫ്ലോ ചെയ്തു അതിനനുസരിച്ചാണ് എത്ര കറൻറ്റ് ഫ്ലോ ചെയ്തു എന്ന് നമ്മൾ പറയും. ഫോർ എക്സാമ്പിൾ, ചാർജിൻ്റെ യൂണിറ്റ് ക്യൂ എന്നാണ് നമ്മൾ ചാർജിനെ ഡിനോട്ട് ചെയ്യുക. അതിൻ്റെ യൂണിറ്റ് കൂളോം എന്നുള്ളതാണ്. ഓക്കെ, ഐ എന്നുള്ളതിനാണ് നമ്മൾ കറൻറ്റിനെ ഡിനോട്ട് ചെയ്യുക. അതിൻ്റെ യൂണിറ്റ് ആംബിയർ എന്നുള്ളതാണ്. ഇതൊക്കെ ഓരോ സയൻറ്റിസ്റ്റുകളുടെ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ സയൻറ്റിസ്റ്റുകളുടെ പേരാണ് കൂളോംബ്, അതേപോലെ ആംബിയർ എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാണ് 10 കൂളോം ചാർജ് ഹാസ് ഫ്ലോൺ ഇൻ 5 seconds. അങ്ങനെയാണെങ്കിൽ കറണ്ട് എത്രയാണ്? ക്യൂ ബൈ ടി ഈക്വൽ ടു 10/5 ഈക്വൽ ടു 2 ആംബിയർ. ഓക്കെ, നമ്മൾ 2 ആംബിയർ ആണ് അവിടെയുള്ള കറണ്ട് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതാണ് ചാർജ്. അതേപോലെ ചാർജ് നമുക്കറിയാം നെഗറ്റീവ് ചാർജാണ്. ഒരു കൂളോം എന്ന് പറയുന്നത്, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ചാർജസിൽ 1 കൂളോം എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിഡോമിനൻ്റ്ലി എന്താണ്? അത് ഇലക്ട്രോൺസിൻ്റെ ചാർജാണ്, നെഗറ്റീവ് ചാർജാണ്. 6 × 10⁻18 ഇലക്ട്രോൺസിൻ്റെ മൊത്തം ചാർജസിനെയാണ് നമ്മൾ 1 കൂളോം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 × 10⁻−19 കൂളോംബാണ്. ഓക്കെ, ഇങ്ങനെ 6 × 10⁻18 ഇലക്ട്രോൺസ് കൂടുമ്പോഴാണ് 1 കൂളോം ചാർജ് ആവും. ഇത് വളരെ സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ് അല്ലേ? 1 ഇലക്ട്രോൺ 1.16 × 10⁻−19 ആണെങ്കിൽ 6 × 10⁻18 ഇലക്ട്രോൺ എത്ര ആയിരിക്കും? 6 × 1.6 10 × 10⁻−19 × 10⁻−18 10⁻−1. അപ്പോൾ 10 × 10⁻−1 1 കൂളോംബ്. ഇത് നമ്മുടെ ഒരു സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ ഒരു കൂളോംബ് ചാർജ് എന്ന് പറയുന്നത് 6 × 10⁻18 ഇലക്ട്രോൺസിൻ്റെ ചാർജാണ്. 1 ഇലക്ട്രോണിക് ചാർജ് എന്ന് പറയുന്നത് അതുകൊണ്ട് 1.6 × 10⁻−19 കൂളോംബാണ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും ഓർത്തു വെക്കേണ്ട സംഖ്യകളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഒരു വോൾട്ടേജ് ഉണ്ടാകുമ്പോൾ, അതായത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അവിടെ നമ്മുടെ വീട്ടിലൊക്കെ 230 വോൾട്ടാണ്. 230 വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നു അല്ലേ? ഇലക്ട്രോൺസ് എവിടുന്നാണ് ഫ്ലോ ചെയ്യുന്നത്? ഹയർ പൊട്ടൻഷ്യൽ, ലോവർ പൊട്ടൻഷ്യൽ. ഈ ഇലക്ട്രോണൊക്കെ എവിടുന്നാണ് വരുന്നത്? നമ്മൾ ഇവിടുന്ന് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അവിടെ പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ ഇലക്ട്രോൺ ഈ ലൈനിലൂടെ ഓടി നമ്മളെ വീട്ടിൽ ഈ സ്വിച്ചിൻ്റെ പോയിന്റിൽ എത്തുകയാണോ, പ്ലഗ് പോയിന്റിൽ എത്തുകയാണോ ചെയ്യുന്നത്? അല്ല, നേരെ മറിച്ച് നമ്മൾ ഒരു മെറ്റാലിക് കണ്ടക്ടർ, ഇതൊരു വയറാണെന്ന് വിചാരിക്കും. ഒരു വയറിൻ്റെ സിലിണ്ടറിക്കൽ ഫോമാണ്, കുറച്ച് വലുതാക്കി വരയ്ക്കാം. ഈ വയറിലൊക്കെ എന്താ ഉള്ളത്? നമ്മുടെ വീട്ടിൽ ഫോർ എക്സാമ്പിൾ കോപ്പറിൻ്റെ വയറാണുള്ളത് അല്ലേ? കോപ്പറിൻ്റെ കമ്പികളാണുള്ളത് അല്ലേ? കോപ്പറിൽ നമുക്കറിയാം കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ 29 ആണ് അല്ലേ? അപ്പോൾ ഒരു കോപ്പർ ആറ്റത്തിൽ 29 ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലേ? ഒരാറ്റം അല്ല, നമുക്കറിയാം ഒരു 29 കോപ്പറിൻ്റെ ഒരു മോളാർ മാസിലുള്ള കോപ്പർ എടുക്കുകയാണെങ്കിൽ അതിൽ 6 × 10⁻23 ഇലക്ട്രോൺസ് ഉണ്ടാകുന്നൊക്കെ പറഞ്ഞ് നമ്മൾ മോൾ കൺസെപ്റ്റിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും കെമിസ്ട്രി, ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ബേസിക്കലി ഒരു കോപ്പർ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാവും. ആക്ച്വലി ഇവിടെ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ 230 വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ചലിക്കാൻ തുടങ്ങുന്നു. ഈ ഇലക്ട്രോൺസ് പരസ്പരം കൂട്ടിമുട്ടുന്നു
ഒരു ഇലക്ട്രോൺ അടുത്ത ഇലക്ട്രോണിനെ തള്ളുന്നു, അടുത്ത ഇലക്ട്രോൺ അടുത്ത ഇലക്ട്രോണിനെ തള്ളുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണ്? ഒരു ഇലക്ട്രോൺസിൻ്റെ ഒരു ഡ്രിഫ്റ്റാണ്, ഒരു ഷിഫ്റ്റാണ് ആക്ച്വലി സംഭവിക്കുന്നത്. അല്ല ഇലക്ട്രോൺ എവിടെ നിന്ന് വരികയല്ല, ഏതെങ്കിലും പവർ പ്ലാന്റിൽ നിന്ന് വന്ന് നമ്മുടെ വീട്ടിലോട്ട് എത്തുകയല്ല യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോനെ നമ്മൾ കറണ്ട് എന്ന് വിളിക്കുന്നത്. ഒരു പവർ പ്ലാന്റ് ഒരു വോൾട്ടേജ്, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവും? അവിടെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടാവും. അവിടെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോക്ക് എന്ത് വേണം? ഞാൻ നേരത്തെ പറഞ്ഞു സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്. അതെന്താ അതിൻ്റെ അർത്ഥം? ഒരു പാത്ത് വേണം. ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാൻ ഒരു പാത്ത് കൂടി ഉണ്ടെങ്കിലേ എന്തുള്ളൂ, നമുക്ക് ഇവിടെ ഫ്ലോ ഉണ്ടാവുള്ളൂ. വളരെ രസകരമായൊരു എക്സാമ്പിൾ ഞാൻ അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറയാം. നമ്മളെല്ലാവരും ചുറ്റും കാണുന്ന ഒരു എക്സാമ്പിളാണ്. നമ്മുടെ വീടുകളുടെ അടുത്തൊക്കെ അല്ലേ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉണ്ടാവും അല്ലേ. ഇലക്ട്രിക് പോസ്റ്റുകളിൽ നിന്ന് പല ലൈനുകളും 2, 3, 4 ലൈനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അതിന് നമ്മൾ ഫേസ് ന്യൂട്രൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. നിങ്ങൾക്ക് തന്നെ പലതും അറിയുന്നുണ്ടാവും. അതിൻ്റെ ഒരു ക്ലിയർ കട്ട് കൺസെപ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്തോറും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു ബേർഡ്, ഒരു കാക്ക ഈ ലൈനുമേൽ വന്നിരുന്നു അല്ലേ, ഈ ലൈനുമേൽ വന്നിരുന്നു. കാക്കക്ക് ഷോക്ക് അടിക്കുന്നതായിട്ട് നമ്മൾ കാണാറില്ല അല്ലേ. കാക്ക നമ്മൾ കൂളായിട്ട് വന്ന് പോകാറുണ്ട്. അതിലൂടെ ഒക്കെ കറണ്ട് പാസ് ചെയ്യുന്നില്ല. പിന്നെ എന്താ കാക്കക്ക് ഷോക്ക് അടിക്കാത്തത്? കാരണം എല്ലാവരും ഒന്ന് ആലോചിക്കുക. കാക്ക 2 കാലും കമ്പിമേൽ വെച്ചാണ് ഇരിക്കുന്നത് അല്ലേ. കാക്ക തൊടുന്ന പോലെ നമ്മൾ പോയി നമ്മളെ 2 കാലും വെച്ചാൽ നമുക്ക് ഷോക്ക് അടിക്കുമോ? ഇതൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവേണ്ട ചോദ്യങ്ങളാണ്. ആസ് എ സയൻസ് സ്റ്റുഡൻറ്റ് നമ്മളെ ക്യൂരിയോസിറ്റി ഉണർത്തുന്ന ചോദ്യങ്ങളാണ്. ഇത് നമ്മുടെ വീട്ടിലോട്ട് വരുന്ന 230 വോൾട്ട് ലൈനാണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് എ 230 വോൾട്ട് ലൈൻ അല്ലേ. കാക്കയുടെ ഒന്നാമത്തെ കാലിൽ എത്ര വോൾട്ടാണ് ഉള്ളത്? 230 വോൾട്ടാണ് ഉള്ളത്. രണ്ടാമത്തെ കാലിൽ എത്ര വോൾട്ടാണ് ഉള്ളത്? 230 വോൾട്ടാണ് ഉള്ളത് അല്ലേ. രണ്ട് കാലും ഒരേ ലൈനിൽ വെക്കുമ്പോൾ. അപ്പോൾ കാക്കക്ക് ഷോക്ക് അടിക്കാതിരിക്കാനുള്ള കാരണം എന്താ? കാരണം 2 കാലും 230 വോൾട്ടാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് എന്ന് പറയുന്നത് 230 - 230 ഡിഫറൻസ് ആണ് അല്ലേ. പൊട്ടൻഷ്യലുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 2 കാലും 230 വോൾട്ടിലുള്ളത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് എന്തില്ല, അവിടെ കാക്കക്ക് ഷോക്ക് അടിക്കുന്നില്ല. ഇവിടെ എന്നാൽ ചില കാക്കകൾക്ക് ഷോക്ക് അടിച്ച് താഴെ ചത്തു വീണെടുക്കുന്നത് കാണാം. അതെന്തുകൊണ്ടാണ്? അതെന്താണെന്ന് വെച്ചാൽ കാക്ക അറിയാതെ ഒരു കാലം ഒരു ലൈൻമേലും മറ്റേ കാലം അടുത്ത ലൈൻമേലും കൊണ്ടുവന്ന് വെക്കും. അടുത്ത ലൈൻ ചിലപ്പോൾ ന്യൂട്രൽ ലൈനായിരിക്കും, അത് ചിലപ്പോൾ 0 വോൾട്ട് ആയിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായി? 230 വോൾട്ടായി. കാക്കയുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയോ? ഏതിലൂടെ കംപ്ലീറ്റ് ആയത്? കാക്കയുടെ ബോഡിയിലൂടെ എന്ത് ചെയ്യും? കറണ്ട് ഒഴുകാൻ തുടങ്ങും. അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും അല്ലേ. അത് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുമെന്ന് പറഞ്ഞാൽ എന്താണ്? കാക്കയുടെ ശരീരത്തിലൂടെ, ഈ ബേർഡിൻ്റെ ശരീരത്തിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാണ്, കറണ്ട് ഫ്ലോ ചെയ്യാണ്. അങ്ങനെ എന്തായി മാറി? അവിടെ ഷോക്ക് അടിച്ചു അല്ലേ. ഇത് നമുക്ക് ഷോക്ക് അടിക്കും. ഇതേ ഒരു തത്വം വെച്ചിട്ട് നമ്മുടെ 2 കൈയും ഞാൻ ജസ്റ്റ് വരക്കാം. നമ്മുടെ 2 കൈയും ഒരു ഇലക്ട്രിക് ലൈനിൽ 230 വോൾട്ട് ലൈനിൽ നമ്മൾ എങ്ങനെയെങ്കിലും തൊട്ടാൽ നമുക്ക് ഇങ്ങനെയാണ് ഈ ഷോക്ക് അടിക്കുക. ഇവിടെ 230 വോൾട്ടാണുള്ളത്, ഇവിടെ 230 വോൾട്ടാണുള്ളത്. നമുക്ക് ഷോക്ക് അടിക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ് അല്ലേ. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഷോക്ക് അടിക്കില്ല. ഇങ്ങനെ ഒരു പാത്ത് ഉണ്ടാവില്ല. തൊട്ട് നോക്കാൻ ധൈര്യം ഉണ്ടോ? ഇല്ല. കാരണം എന്താ? യഥാർത്ഥത്തിൽ ഷോക്ക് അടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 2 കാലും നിലത്തുണ്ട്. കാല് 0 വോൾട്ടിലാണുള്ളത്, കാല് എർത്തിലാണുള്ളത്, എർത്ത് 0 വോൾട്ടിലാണുള്ളത്. അപ്പോൾ ഈ കയ്യിൽ നിന്ന് ഈ കൈക്ക് കറണ്ട് ഒഴുകില്ലാന്നുള്ളൂ. ഈ കയ്യിൽ നിന്ന് ഇവിടെ താഴോട്ട് കറണ്ട് ഒഴുകും. അങ്ങനെ നമുക്ക് ഷോക്ക് അടിക്കും. ഹൈ വോൾട്ടേജ് തന്നെ ഷോക്ക് അടിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് ഷോക്ക് അടിക്കുന്നത്? നമ്മുടെ കാലും കയ്യും തമ്മിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസും ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മൂലം കറണ്ടിന് ഫ്ലോ ചെയ്യാനൊരു പാത്തും, ഇത് രണ്ടുമാണ് കറണ്ടിന് വേണ്ടത്. അതുണ്ടെങ്കിൽ കറണ്ട് ഏതിലൂടെയും ഒഴുകും. ഇനി നമ്മൾ 2 കൈയും വെച്ച് നമ്മൾ കാല് താഴെ വെക്കാതെ തൂങ്ങി നിൽക്കുകയാണെങ്കിലോ നമുക്കും ഷോക്ക് അടിക്കില്ല. കാരണം എന്താ? എയർ കണ്ടക്ടർ അല്ല എയർ. അപ്പോൾ അടിയിലോട്ട് എർത്തിലോട്ട് പോവില്ല. ഇവിടെ 2 കൈയും 230 വോൾട്ടിലാണ്. അതുകൊണ്ട് നമുക്ക് ഷോക്ക് അടിക്കില്ല. സയൻറ്റിഫിക്കലി നമുക്ക് ഷോക്ക് അടിക്കില്ല. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത്. എന്തൊക്കെയാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ്, പൊട്ടൻഷ്യൽ പോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. അതോടൊപ്പം തന്നെ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആവാൻ ഒരു പാത്തും വേണം. ഇൻ ദിസ് കേസ് ഇറ്റ്സ് ദ ബോഡി ഓഫ് ദാറ്റ് ബേർഡ് അല്ലെങ്കിൽ ഇറ്റ്സ് ദ ബോഡി ഓഫ് ദാറ്റ് പേഴ്സൺ അല്ലേ.
നമ്മുടെ ശരീരത്തിലൂടെയാണ്, നമ്മുടെ ശരീരമാണ് ഇവിടെ ഒരു കണ്ടക്ടറായിട്ട് പ്രവർത്തിക്കുന്നത്. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. കറണ്ടിനെ കൊണ്ടുപോകുന്ന, കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നതിനെ നമ്മൾ കണ്ടക്ടർ എന്ന് വിളിക്കും. കറണ്ട് കടന്നു പോകുന്നതിനെയും കറണ്ട് കടന്നു പോകാത്തതിനെ നമ്മൾ ഇൻസുലേറ്റർ എന്ന് വിളിക്കും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം കറണ്ടിനെ കടത്തി വിടുന്നതിനെ നമ്മൾ സെമി കണ്ടക്ടർ എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കറണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് വോൾട്ട് ആണ്. ഓക്കെ, വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ട് എന്നാണ് അലസാന്ദ്ര വോൾട്ട എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരിലാണ്. അപ്പോൾ ചാർജിൻ്റെത് കൂളോം, അതേപോലെ കറണ്ടിൻ്റേത് ആംബിയർ, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റേത് വോൾട്ട്. ഇത്രയും കാര്യങ്ങളാണ് വളരെ ബേസിക് ആയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ അറിയേണ്ടത്. ഒരൊറ്റ കൺസെപ്റ്റ് കൂടി മനസ്സിലാക്കി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാവുന്നതാണ്. അതാണ് റെസിസ്റ്റൻസ്. ഇതുകൂടി പഠിച്ചാൽ ഇലക്ട്രിസിറ്റിയുടെ എല്ലാ ബേസിക് കാര്യങ്ങളും നമുക്ക് മനസ്സിലായി എന്ന് കരുതാം. എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ ഒരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു അതിലൂടെ കറണ്ട് പാസ് ചെയ്യും അല്ലേ. എന്നാൽ ഒരു ഇൻസുലേറ്റർ എടുക്കുകയാണെങ്കിൽ അതിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല. അപ്പോൾ ചില വസ്തുക്കളിൽ കറണ്ട് പാസ് ചെയ്യാനുള്ളൊരു ത്വര, അതിൻ്റെ ഒരു പ്രോപ്പർട്ടി കൂടുതലായിരിക്കും. ചിലതിൽ തീരെ പാസ് ചെയ്യില്ല. ഈ ഇൻസുലേറ്റേഴ്സ് തന്നെ ചിലതിൽ കൂടുതൽ പാസ് ചെയ്യും, ചിലതിൽ കുറവായിരിക്കും പാസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇൻസുലേറ്റേഴ്സിന് നമ്മൾ പറയും ഇറ്റ് ഹാസ് ഹൈ റെസിസ്റ്റൻസ്, ആർ എന്ന് വിളിക്കും. കണ്ടക്ടേഴ്സ് നമ്മൾ പറയും ഇറ്റ് ഹാസ് ലോ റെസിസ്റ്റൻസ്. എന്താ നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത്? റെസിസ്റ്റൻസ് എന്നുള്ളത് പ്രതിരോധകം എന്നൊക്കെ മലയാളത്തിൽ പറയും. ഒരു പ്രതിരോധമാണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനുള്ളൊരു ഡിഫെൻസ്. കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന് എതിരെ പ്രവർത്തിക്കുന്നതാണ് എന്താണോ അതാണ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇൻസുലേറ്ററിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനെ പരമാവധി എതിർക്കും, അതുകൊണ്ട് ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. കണ്ടക്ടറിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനെ പരമാവധി അനുവദിക്കും, അതുകൊണ്ട് അതിന് ലോ റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോ മെറ്റീരിയൽ എടുത്താലും അതിനൊക്കെ ഡിഫറെൻറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ഇരുമ്പെടുത്താൽ ഇരുമ്പ് കണ്ടക്ടറാണ്, കോപ്പർ കണ്ടക്ടറാണ്. പക്ഷേ രണ്ടിൻ്റെയും റെസിസ്റ്റൻസ് എന്തായിരിക്കില്ല? രണ്ടിൻ്റെയും റെസിസ്റ്റൻസ് സെയിം ആയിരിക്കില്ല. റെസിസ്റ്റൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഓം എന്നുള്ള യൂണിറ്റ് വെച്ചാണ്. ഗ്രീക്ക് ലെറ്റർ ഓം വെച്ചാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാറ്. OHM അതും ഒരു സൈൻ, ഇതും നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു യൂണിറ്റാണ്. OHM എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുക. ഈ ഒരു സിമ്പൽ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓം എന്നുള്ളതാണ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്. ഓക്കെ, ഇനി റെസിസ്റ്റൻസും വോൾട്ടേജും കറണ്ടും തമ്മിൽ ചില പ്രത്യേക ബന്ധങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്തൊരു സെഷനിൽ ഓംസ് ലോ എന്ന് പറയുന്ന ഒരു ലോ നമുക്ക് പഠിക്കാം. അതേപോലെ റെസിസ്റ്റൻസിന് എന്തെല്ലാമാണ് പ്രോപ്പർട്ടീസ് എന്ന് പഠിക്കാം. ഈ സെഷനിലൂടെ നമ്മൾ പറയാൻ വിചാരിച്ചത് എന്തെല്ലാമാണ് കറണ്ടുമായി ബന്ധപ്പെട്ട ബേസിക്സ്, എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. അതിന് എന്തെല്ലാമാണ് മറ്റ് നെസസറി കണ്ടീഷൻസ്, എന്തെല്ലാമാണ്, എന്താണ് കണ്ടക്ടർ, എന്താണ് ഇൻസുലേറ്റർ, എന്താണ് റെസിസ്റ്റൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നതാണ്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. വളരെ പ്രൊആക്റ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. സോ ഈ എടുത്ത ഭാഗങ്ങൾ എല്ലാവരും പഠിക്കുക, ഏറ്റവും നന്നായി തന്നെ മനസ്സിലാക്കുക. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ്.